ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മൗനരാഗത്തിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രം കെട്ടിത്തൂങ്ങി ഇങ്ങനെ ആടുന്നത് 3 പെൺമക്കൾക്കും പ്രകാശം കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ട ഇവർ 3 പേരും പേടിച്ച് വിറച്ച് വല്ലാത്തൊരവസ്ഥയിലായി പോവുകയാണ്. എന്താ അച്ഛാ ഇത് എന്നൊക്കെ ചോദിക്കണം. കാണും മക്കളെ, എൻ്റെ പെൺമക്കളെ കൊല്ലാൻ ശ്രമിച്ചവനെ ഞാൻ ഇല്ലാതാക്കി. ഇനി ശത്രു സംഹാരമാണ് മക്കളെ. ദേ എൻ്റെ വിക്രമാദിത്യൻ മഹാരാജാവ് ദേ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നിങ്ങനെ പ്രകാശൻ ഇങ്ങനെ വല്ലാത്തൊരു രീതിയിൽ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കല്യാണിക്കും കാർത്തികയ്ക്കും കാദംബരിക്കൊക്കെ ഭയങ്കരമായിട്ടും പേടി തോന്നുകയാണ്. അച്ഛ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കണം. അവരെ 3 മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രകാശൻ പറയാണ്, ഇനി നിങ്ങൾ പേടിക്കേണ്ട മക്കളെ, നിങ്ങളെ ഉപദ്രവിക്കാനായിട്ട് ഇനി അവൻ വരില്ല. നിങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാം. എൻ്റെ പെൺമക്കളെ തൊട്ട് കളിച്ചാൽ അവരാരെയും ഞാൻ വെറുതെ വിടില്ല എന്നിങ്ങനെ പ്രകാശൻ കരഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ടും പറയുക. അങ്ങനെ ആ വിക്രമിൻ്റെ ആ ഒരു കെട്ടിത്തൂങ്ങി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കാർത്തികയും കല്യാണിയും അതേപോലെ തന്നെ കാദംബരിയൊക്കെ കൈ വായിലിങ്ങനെ വെച്ച് പോവുകയാണ്. ദൈവം, എന്താണ് ഈ കാണുന്നത്? സ്വന്തം അച്ഛൻ തന്നെ മകനെ കഴുത്ത് ഞെരിച്ച് കൊന്നിരിക്കുന്നു. ഈ ഒരു കാര്യമൊക്കെ അറിയുമ്പോൾ പേടി തോന്നുകയാണ്. അങ്ങനെ നമ്മുടെ പ്രകാശനാണെങ്കിൽ നേരെ 3 മക്കളെയും പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി നേരെ ആ സിറ്റ് ഔട്ടിൽ അങ്ങനെ ഇരിക്കുക. ഇത് കഴിഞ്ഞപ്പോഴേക്കും എന്താ ചെയ്ത്, അച്ഛൻ എന്തിനാ അവൻ അങ്ങനെ ചെയ്തത്, അച്ഛൻ എപ്പോൾ ഇവിടെ എത്തി, എങ്ങനെയാണ് അവനെ കൊന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിയുമ്പോഴേക്കും അത് ഞാൻ പറയാം മോളെ, കാരണം എനിക്കത് പറയണമല്ലോ, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന്. ഞാൻ അവനോട് ഒരുപാട് കാല് പിടിച്ച് പറഞ്ഞു നോക്കി, എൻ്റെ പെൺമക്കളെ വെറുതെ വിട്ടേര്, അവരെ ഒന്നും ചെയ്യരുതെന്ന്. പക്ഷേ അവനെന്താ പറഞ്ഞെന്നറിയാവോ? അവനെൻ്റെ മുഖത്തടിച്ച രീതിയിൽ സംസാരിച്ചു. അവനെന്നെ തള്ളിയിട്ട് എൻ്റെ നെഞ്ചത്ത് കയറി ചവിട്ടി. എന്നിട്ട് പറയാ, നിങ്ങളുടെ 3 മക്കളെയും ഞാൻ വെറുതെ വിടില്ല, പ്രത്യേകിച്ച് കല്യാണിയെയും കാർത്തിയെയും ഒക്കെ ഞാൻ വെറുതെ വിടില്ല. നിങ്ങളങ്ങനെ സുഖിക്കണ്ട. നിങ്ങളിപ്പോൾ പെൺമക്കളുടെ പക്ഷത്തല്ലേ, പക്ഷേ എനിക്കവർ ശത്രുക്കളാണ് എന്നാണ് അവൻ എൻ്റെ മുന്നിൽ വെച്ച് പറഞ്ഞത്. എന്നാലും എൻ്റെ മോനല്ലേ, ഒരുപാട് കെഞ്ചി ഞാൻ പറഞ്ഞു നോക്കി മക്കളെ, പക്ഷേ അവനത് കേൾക്കാനായിട്ട് തയ്യാറായില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഞാൻ സായാഹ്നത്തിൽ പോവുകയാണെന്ന്, നിങ്ങളുടെ മുത്തശ്ശിയുടെ അടുത്തേക്ക്? പക്ഷേ ഞാൻ പോയത് സായാഹ്നത്തിലേക്കല്ല, അവൻ താമസിക്കുന്ന അതേ ഈ കൂടാരത്തിലേക്കാണ് ഞാൻ വന്നത്. വിക്രം പരോളിന് ഇറങ്ങിക്കഴിഞ്ഞെന്ന് അറിഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സിന് വല്ലാത്തൊരു വെപ്രളവും വേവലാതിയൊക്കെ തോന്നി. ആ സമയത്ത് എന്തെങ്കിലും സംഭവിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു. അവനെ പോയി ഒന്ന് കാണാൻ സംസാരിക്കണമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. എന്തൊക്കെ വന്നാലും ഞാൻ പുന്നാരിച്ച് സ്നേഹിച്ച് വളർത്തിയ മകനല്ലേ, എനിക്ക് അവനോട് ഉപദേശിച്ചു കഴിഞ്ഞാൽ അവൻ്റെ വാക്കുകൾ കേൾക്കുമെന്ന് ഞാൻ വെറുതെ ആഗ്രഹിച്ചു പോയി. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കുമാണ് അവൻ്റെ തനി സ്വഭാവം മനസ്സിലായത്. അങ്ങനെ ഞാൻ ആരും അറിയാതെ ഞാൻ ആ ഗേറ്റ് കടന്ന് ആ വീടിൻ്റെ ഉള്ളിലേക്ക് എത്തി. എന്നിട്ട് പുറകുവശത്ത് കൂടി ഞാൻ ആ ഡോറ് തുറക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷെ ഡോറ് നന്നായിട്ട് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. എങ്ങനെയോ ഞാൻ കുത്തി തുറന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കയറി. അങ്ങനെ കയറി ചുറ്റുപാടും അങ്ങനെ നോക്കി. ചുറ്റുപാടും നോക്കിക്കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോഴേക്കും ഈ വിക്രവും അതേപോലെ തന്നെ കൂട്ടാളിയും കൂടി ഇരുന്ന് സംസാരിക്കുക. കുടിച്ച് ലെക്ക് കെട്ട് ബഹളം എന്ന രീതിയിൽ തന്നെയാണ് അവരോട് സംസാരിക്കുന്നത്. അങ്ങനെ നമ്മുടെ പ്രകാശൻ പെൺമക്കളോട് കഥ പറയുകയാണ്. അപ്പോൾ വിക്രം ആ പാതിരാത്രി നമ്മുടെ പ്രകാശൻ അതിൻ്റെ ഉള്ളിൽ കയറിയത് പോലും വിക്രം അറിയുന്നില്ല. അങ്ങനെ വിക്രം ഇങ്ങനെ സംസാരിക്കുകയാണ്. എനിക്ക് തീർക്കണം, ആ 3 എണ്ണത്തിനും തീർക്കണം. കല്യാണിയെ ആദ്യം, അതിനുശേഷം ആ കിരണിനെ, പിന്നീട് ആ കാർത്തിക എന്ന് പറഞ്ഞവളെ. ഈ 3 എണ്ണത്തിനെ തീർന്നാലേ എൻ്റെ മനസ്സിന് സമാധാനം ഉണ്ടാവുള്ളൂ എന്ന് ഇവരിങ്ങനെ പറയുന്ന മുഴുവൻ ഒളിഞ്ഞത് നമ്മുടെ പ്രകാശൻ കേൾക്കുന്നുണ്ട്. അങ്ങനെ വിക്രം ഡ്രോയിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു തോക്ക് എടുക്കുകയാണ്. നിങ്ങളിത് കണ്ടോ? ഈ തോക്കിൻ്റെ ഉള്ളിലേ നിറച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഒരാളെ കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ മറ്റാളെ തീർക്കാനുള്ള ഉണ്ടൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഒരു 4-5 വെടി വെക്കാനുള്ള ഉണ്ടൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ടെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ വിക്രം പറയാണ്. അപ്പോഴേക്കും വിക്രത്തിൻ്റെ കൂടെയുള്ള കുറേ വേതാളങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ വേതാളങ്ങളൊക്കെ സംസാരിക്കണേ, എടാ നീ അങ്ങനെ തോക്കും കൊണ്ട് പോയതിൽ ഞങ്ങൾക്കൊരു സംശയമില്ല. കാരണം വേറെ വല്ല ഇതും വെച്ചാണ് പോകുന്നതെങ്കിൽ നിൻ്റെ അളിയെന്ന് പറഞ്ഞവനല്ലേ കിരൺ, അവനൊരു കില്ലാടിയാ. അവനെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ തീർത്ത് കളയും, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. ആ ഗംഗാപ്രസാദിനും അതൊക്കെ തന്നെയാണ് സംഭവിച്ചത്. കാർത്തികയെ തീർക്കുമെന്നും പറഞ്ഞുകൊണ്ടല്ലേ
ആ കല്യാണ പന്തലിലേക്ക് കയറിയത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഗംഗാപ്രസാദ് കൊന്നൊടുങ്ങിയില്ലേ? ഇതൊക്കെ കിട്ടുന്നപ്പോഴേക്കും വേറൊരു കൂട്ടാളി പറയണ, അതെ, ഇവന്റെ അളിയനല്ല ഗംഗാപ്രസാദിനെ കൊന്നത്, ആ മനോഹർ എന്ന് പറഞ്ഞവനാണ് ഗംഗാപ്രസാദിനെ കൊന്നത് എന്ന് പറയുമ്പോൾ വിക്രമാണെങ്കിൽ, മനോഹറെ തലക്കെട്ടടിച്ചെന്നേ ഉള്ളു, പക്ഷേ ഗംഗേട്ടനെ ഇഞ്ച പരിവമാക്കിയത് അത് അയാളാ, ആ കിരൺ എന്ന് പറഞ്ഞവൻ. ഇനി അവൻ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. എൻ്റെ കയ്യിൽ തോക്കാനുള്ളത്. അവിടെ ചെന്ന് കഴിഞ്ഞ് ഞാനേ ആദ്യം കല്യാണിയുടെ തലക്ക് നേരെ അങ്ങോട്ട് ഈ തോക്കങ്ങോട്ട് വെക്കും. അതിനുശേഷം പട്ടക്കെന്ന് പറഞ്ഞു ഒറ്റ പൊട്ടീര്. അതിനുശേഷം കിരൺ, പിന്നീട് കാർത്തിക, ഈ 3 പേരും ചത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ സന്തോഷത്തോടെ ജയിലിനുള്ളിൽ പോകും. പിന്നെ അവരെന്നെ തൂക്കിക്കൊല്ല എന്തു വേണമെങ്കിലും ചെയ്തോട്ടെ, എൻ്റെ ആഗ്രഹം സാധിച്ചിട്ട് വേണം എനിക്ക് മരിക്കാനായിട്ട് എന്ന് പറയാം. പിന്നെ അതിനുശേഷമേ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞവനുണ്ട്, പ്രകാശൻ. അപ്പോൾ നമ്മുടെ പ്രകാശൻ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒക്കെ സങ്കടം തോന്നിയ സ്വന്തം അച്ഛനെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ആലോചിച്ച് നിൽക്കുന്നത്. ഇത്രയും ലാളനെ കൊടുത്ത് സ്നേഹിച്ച ഒരു മകനാണ് ഈ വിക്രം. എന്നിട്ട് പോലും വിക്രമിൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു വർത്തമാനം കഴിഞ്ഞപ്പോഴേക്കും പ്രകാശിന് സഹിക്കാൻ പോലും പറ്റിയില്ല. അപ്പോൾ വിക്രം ഇങ്ങനെ ഇവരോട് പറയാം, ഈ തന്തേന്ന് പറഞ്ഞവനില്ലേ, അയാൾ എന്നെ ഒരുപാട് സ്നേഹിച്ചതാ. എൻ്റെ ചെറുപ്പത്തിലേക്ക് എന്നെ കൈവെള്ളയെ കൊണ്ടാണ് നടത്തിയത്. അന്നേരം അയാൾക്ക് നല്ല പ്രകാശം ഉണ്ടായിരുന്നു. പക്ഷേ അയാൾ കാലു മാറി പെൺമക്കളെ സ്നേഹിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അയാളുടെ ആ പ്രകാശമില്ല. എനിക്ക് അയാൾ വെറും ഇരുട്ട് മാത്രമാണ്. അയാൾ വേദനിക്കണം. അതേപോലെ തന്നെ അയാളുടെ അമ്മയുണ്ടല്ലോ, അനാഥാലയത്തിൽ കിടക്കുന്ന ആ സ്ത്രീ, അവരും വേദനിക്കണം. എൻ്റെ മുത്തശ്ശി എന്ന് പറഞ്ഞ ആ സ്ത്രീയും വേദനിക്കണം. ഈ മുത്തശ്ശിയും അച്ഛനൊക്കെ എന്നെ ഒരുപാട് സ്നേഹിച്ചതാ. ഞാൻ എന്ത് പറഞ്ഞാലും സാധിച്ചു തരും. ഞാൻ എന്ത് കാര്യം ആവശ്യപ്പെട്ടാലും അത് അപ്പം തന്നെ നേടിത്തരും. അതായിരുന്നു ഇവർ രണ്ടുപേരും. പക്ഷേ ഇവർ രണ്ടുപേരും പെട്ടെന്ന് തന്നെ കാലു മാറി. അതിനുശേഷം എന്നെ തകർക്കാനാണ് ഇവർ രണ്ടുപേരും നോക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും വേദനിക്കണ്ടേ? വേദനിക്കണം. പിന്നെ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ പ്രകാശനില്ലേ, അയാൾക്ക് ഒരു പ്രാവശ്യം അറ്റാക്ക് വന്നതാ. ഇനിയും പെൺമക്കളുടെ വെള്ള പുതപ്പിച്ച ആ ജഡം കാണുമ്പോഴേക്കും അയാൾ വീണ്ടും വേദനിക്കും. അയാൾക്ക് വീണ്ടും അറ്റാക്ക് വരും. അതോടെ അയാളുടെ കഥയും കഴിയും. എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ എൻ്റെ മനസ്സിലെ ലക്ഷ്യം പൂർത്തിയാക്കാതെ ഞാൻ ഇനി പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല എന്ന രീതിയിൽ തന്നെ ഈ വിക്രം പറയാ. വിക്രമിൻ്റെ ഓരോ വർത്തമാനം കേൾക്കുമ്പോഴും പ്രകാശന് ദേഷ്യവും പേടിയും വാശിയും ഒക്കെ ഇങ്ങനെ കടന്നുകൂടി ഇങ്ങനെ വരികയാണ്. അങ്ങനെ നമ്മുടെ വിക്രം ഇങ്ങനെ പറയാണ്, എനിക്ക് നാളെ രാവിലെ തന്നെ എണീക്കണം. രാവിലെ തന്നെ എണീറ്റിട്ട് എനിക്ക് പോകണം. അവരെല്ലാവരും കൂടി നടക്കാനായിട്ട് ഇറങ്ങുമല്ലോ. ആ സമയത്ത് എനിക്ക് കിരണിനെയും കല്യാണിയൊക്കെ വെടിവെച്ച് വീഴ്ത്തണം. ആ വാർത്തയൊക്കെ എൻ്റെ തന്തയുടെ ചെവിയിലേക്ക് എത്തണം. എന്നാലേ അവർക്കൊക്കെ സമാധാനമാവുള്ളൂ. ഈ വിക്രമിനോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് അവർക്കൊക്കെ കാണിച്ചു കൊടുക്കണം. നിങ്ങളുടെ കൂട്ടുകാരന്മാരാണെങ്കിൽ ഇട നിൻ്റെ ആവേശമൊക്കെ കൊള്ളാം. നീ ഏതായാലും ഇന്ന് കിടന്ന് ഉറങ്ങാനായിട്ട് നോക്ക്. നമ്മളെ അടിച്ച് നല്ല പറ്റായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി കിടന്ന് ഉറങ്ങാനായിട്ട് നോക്ക്. എടാ, ഇന്ന് ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങും. എൻ്റെ ആഗ്രഹങ്ങൾ ആകാനായിട്ട് പോവല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം അവിടെ കിടക്കണം. ഈ പ്രകാശനാണ് രണ്ടും കളിപ്പിച്ച്. അങ്ങനെ പ്രകാശൻ നേരെ ഒരു ഫ്രിഡ്ജിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. ഫ്രിഡ്ജിൻ്റെ മറവിലാണ് പോയി നിൽക്കുന്നത്. ആരും കാണാത്ത രീതിയിലാണ് ഫ്രിഡ്ജിൻ്റെ മറവിൽ പോയി ഒളിച്ച് നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ ഈ പ്രകാശൻ പെൺമക്കളോടൊക്കെ കഥ പറയുകയാണ്. അപ്പം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് ഭയങ്കര സങ്കടം തോന്നുകയാണ്. മക്കളെ, അവർ വിക്രം പറഞ്ഞത് കേട്ടില്ലായിരുന്നോ? നിങ്ങളൊക്കെ കൊല്ലുമെന്ന്. പക്ഷേ കാദംബരിയുടെ ഭർത്താവിനെയും വെറുതെ വിട്ടിരിക്കുന്നുവെന്ന്. പക്ഷേ അവൻ അങ്ങനെ വെറുതെ വിടില്ല. എല്ലാവരെയും കൊന്നൊടുക്കിയാൽ മാത്രമേ അവന് സമാധാനം ഉണ്ടാവുള്ളൂ. ഞാൻ അവനെ പുന്നാരിച്ച് താലോലിച്ച് വളർത്തിയല്ലേ മക്കളെ. എനിക്കിതൊക്കെ കേട്ട് നിൽക്കാനായിട്ട് സാധിക്കോ? അപ്പോൾ ഇനി എന്താ സംഭവിച്ചെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കുവേ ഈ 2 കൂട്ടുകാരന്മാരും കൂടി ചാടി അങ്ങോട്ട് എണീറ്റു. നേരം വെളുത്തോ എന്നും ചോദിച്ചുകൊണ്ട് അങ്ങനെ കൂട്ടുകാരന്മാരെ അഴടിക്കുന്ന രംഗം കാണിക്കുകയാണ്. അതിനുശേഷം എടാ എണീക്കടാ, എടാ വിക്രം എണീക്കടാ, ഇവിടെ ഒന്ന് പോടാ, ഞാൻ കുറച്ചും കൂടി ഉറങ്ങട്ടെ എന്ന് വിക്രം പറയാ. എടാ നീ നോക്കിയാടാ, നേരം വെളുത്തടാ, എടാ എണീക്കടാ എന്ന് പറയാം. അപ്പോൾ വിക്രം അവിടെ നിന്ന് ചാടി എണീക്കുകയാണ്. ചാടി എണീറ്റിട്ട് നേരം വെളുത്തോ? നേരം വെളുത്തു. നല്ല പറ്റായതുകൊണ്ട് ഒന്നും അറിഞ്ഞില്ല. എടാ നമ്മൾ ഇന്നലെ എപ്പോഴാണ് ഉറങ്ങിയത്? എനിക്ക് ഓർമ്മയൊന്നുമില്ല. എടാ
നിങ്ങൾ പോവുകയാണോ? ആ പിന്നെ ഞങ്ങൾക്ക് പോകണ്ടേ? എടാ വൈകുന്നേരം ഇതേപോലെയൊക്കെ ഞങ്ങൾക്ക് സാധനങ്ങൾ കൊണ്ട് വരണ്ടേ? അതിനിപ്പോൾ പോയല്ലേ മതിയാവുള്ളൂ. എടാ എന്നാൽ ഒരു കട്ടൻ ചായ ഇട്ടിട്ട് പോവാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എടാ കട്ടൻ ചായ അല്ലേ നല്ലത്, കളർ വെള്ളമാണ് നല്ലത്, വേണ്ട ഈ രാവിലെ തന്നെ എനിക്ക് അത് വേണ്ട, കാരണം എനിക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്, അതെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷമേ എനിക്കിനി മനസ്സമാധാനം ഉണ്ടാവുള്ളൂ. അവരേതെല്ലാം നടക്കാൻ ഇറങ്ങിയിട്ടുണ്ടാവും, ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചെല്ലണം. ശരി എങ്കിൽ പിന്നെ നിന്റെ ആ ആഗ്രഹം നടക്കട്ടെ, ഞങ്ങളേതെല്ലാം ഇറങ്ങുക എന്നും പറഞ്ഞുകൊണ്ട് ഇവരിറങ്ങി പോവുക. അങ്ങനെ വിക്രമാണെങ്കിൽ നേരെ ഈ കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്, രണ്ടും കൽപ്പിച്ച്. ഇന്നത്തോടെ ഈ കല്യാണിയും കിരണും തീരും എന്ന വിശ്വാസത്തോടു കൂടി തന്നെയാണ് ആ കണ്ണാടിയുടെ മുന്നിൽ വന്ന് വിക്രം നിൽക്കുന്നത്. അങ്ങനെ വിക്രം തൻ്റെ മുടിയെല്ലാം ഈരിയിട്ട് അതിന് ശേഷം തോക്കെടുക്കുക. അപ്പം പ്രകാശിന് ഇതെല്ലാം കാണുന്നുണ്ട്. ഈ തോക്കെടുത്തിട്ട് വിക്രം നേരെ ആ കണ്ണാടിയുടെ മുന്നിലേക്ക് ഇങ്ങനെ നീട്ടുകയാണ്. അതിനുശേഷം തൻ്റെ തലയ്ക്ക് നേരെ തന്നെ വെച്ചിട്ട് വിക്രം പറയാണ്, കല്യാണി കിരണേ ഇതേപോലെ നിങ്ങളുടെ തലയ്ക്ക് വെച്ചിട്ട് ഞാനൊരു ഷൂട്ടുണ്ട്, അതോടെ നിങ്ങളുടെ കഥ കഴിയും. അതിനുശേഷം മറ്റവളെയും കാർത്തികയും അവളെയും കൂടി തീർത്താൽ മാത്രമേ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം രണ്ടും കൽപ്പിച്ചങ്ങോട്ട് പോകുമ്പോൾ പ്രകാശം പെട്ടെന്ന് ഒളിച്ചു നിൽക്കുക. അങ്ങനെ വിക്രം നേരെ ആ ഡോറ് തുറക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഡോറ് തുറക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ദേ വരുന്ന പ്രകാശം പിന്നാലെ ഒരു ഇരുമ്പ് വടിയായിട്ടാണ് വരുന്നത്. അങ്ങനെ ആ ഡോറിൻ്റെ ആ ലോക്ക് തുറക്കാൻ പോകുന്ന ആ സമയത്ത് തന്നെ പ്രകാശന് ആ ഇരുമ്പ് വടി എടുത്തിട്ട് എടാ എന്ന് പറഞ്ഞിട്ട് തലക്കിട്ട് ഒറ്റ അടി. അതോടുകൂടി തന്നെ നമ്മുടെ വിക്രമാണെങ്കിൽ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് തല ഇങ്ങനെ പൊത്തി ചോരയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും മുൻവശത്ത് തലക്കിട്ടും ഒറ്റ അടി അടിക്കുകയാണ്, നെറ്റിക്കിട്ട് ഒറ്റ അടി അടിക്കുക. അങ്ങനെ വിക്രം അവിടെ വീണു പോവാണ്, ബോധം പോയ ആ സമയത്ത് തന്നെ. അങ്ങനെ പ്രകാശൻ ആ വിക്രമിൻ്റെ തൊട്ടടുത്ത് അങ്ങനെ ഇരിക്കുക. അപ്പോൾ പെൺമക്കളോട് ഈ കഥകളെല്ലാം പറയുമ്പോൾ മോളെ അതെ അവന് ബോധം വരുന്നത് വരെ ഞാനിവിടെ കാവലിരുന്നു, പക്ഷേ എനിക്കൊരു പേടിയുണ്ടായിരുന്നു ആ സമയത്ത്. ഇനി അവന് ബോധം വരാൻ നേരത്ത് അവനടുത്ത് തോക്കുണ്ടല്ലോ, ആ തോക്ക് എടുത്തുകൊണ്ട് ഓടിയാലോ, പിന്നീട് നിങ്ങൾക്കിട്ട് വെടിവെച്ചാലോ എന്നുള്ളൊരു പേടി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്നറിയാമോ, അവൻ്റെ കൈയും കാലും ഒക്കെ ഞാൻ പിടിച്ച് കെട്ടി വെച്ചിരുന്നു. അവൻ ബോധം വീഴുമ്പോൾ അവൻ എണീക്കരുതെന്ന് ഒറ്റ ലക്ഷ്യത്തോടു കൂടി തന്നെ. അങ്ങനെ പ്രകാശൻ അങ്ങനെ ഒരു കഥ പറയുക. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ വിക്രമിന് ബോധം വരികയാണ്. ബോധം വന്നു കഴിഞ്ഞാൽ പ്രകാശനെ കാണുകയാണ്. എടോ അഴിച്ചു വിടറോ എന്നെ, എന്തിനാണ് എന്നെ പൂട്ടിക്കെട്ടി വെച്ചിരിക്കുന്നത്, അഴിച്ചു വിടാനാ തന്നോട് പറഞ്ഞത്. എൻ്റെ വിക്രം ദേ നിന്നെ ഞാൻ എങ്ങനെ വളർത്തിയതാടാ, നിന്നെ ഞാൻ നല്ല രീതിയിൽ തന്നെയല്ലേ വളർത്തിയത്, നിനക്ക് പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തന്നിട്ടില്ലേ, എന്നിട്ട് നീ എന്താണ് ചെയ്തു കൂട്ടുന്നത്? എൻ്റെ പെൺമക്കളെ കൊല്ലാനായിട്ട് നീ ഒരുങ്ങോ അല്ലേ? നിനക്ക് കല്യാണിയെ കൊല്ലണം, കാർത്തിയെ കൊല്ലണം, കിരണിനെ കൊല്ലണം അല്ലേ? പക്ഷേ അത് നടക്കില്ലടാ മക്കളെ എന്നിങ്ങനെ പറയാണ്. എടോ എന്നെ അഴിച്ച് വിടുന്നുണ്ടോടോ, ദേ തോക്കിരിക്കുന്ന കണ്ടോ, നീ വേണമെങ്കിൽ എടുത്ത് വെടിവെക്ക്. അങ്ങനെ നമ്മുടെ വിക്രം ആ തോക്ക് കാണുകയാണ്. തോക്കിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഞഴഞ്ഞ് നീങ്ങിയ വായ വെച്ച് തോക്കെടുക്കാനായിട്ട് നോക്കുക, പക്ഷെ പറ്റുന്നില്ല. അപ്പോൾ പ്രകാശൻ ചോദിക്കണം, എന്താടാ നിനക്ക് തോക്കെടുക്കാനായിട്ട് പറ്റുന്നില്ലല്ലേ എന്നൊക്കെ പറയുമ്പോൾ എടോ എന്നെ അഴിച്ച് വിടറോ. പക്ഷേ വിക്രം അവിടെ നിന്ന് ചാടി അടിച്ച് ഇങ്ങനെ കുത്തിരിക്കുകയാണ്, തന്നെ ഞാനുണ്ടല്ലോ. പക്ഷെ ഇത് പറയേണ്ട താമസം പ്രകാശൻ വീണ്ടും കാരണം നോക്കി പട്ടക്കെന്ന് പറഞ്ഞ ഒറ്റ അടിയാണ്. ആ അടിയുടെ ആഘാതത്തിൽ വിക്രം അങ്ങനെ നിലത്തേക്ക് വീണു പോവുക. അപ്പോൾ നമ്മുടെ പ്രകാശൻ പറയാണ്, എടാ നിന്നെ എൻ്റെ കൈവെള്ളൽ വെച്ചാണ് വളർത്തിയത്. എടാ നിനക്ക് ഓർമ്മയുണ്ടോ, നീ ഒരു പെണ്ണിനെ വളച്ച് വീഴ്ത്തിയത്, ആ സോണി എന്ന് പറഞ്ഞത്, നീ ചിത്രകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ മുന്നിൽ നീ പ്രദർശിപ്പിച്ചു നിന്റെ ചിത്രങ്ങളൊക്കെ. ആ പാവം പെൺകുട്ടിയെ നീ ചതിച്ചു. പക്ഷേ ആ വരച്ച ചിത്രങ്ങളെല്ലാം എൻ്റെ പാവം കല്യാണി വരച്ചായിരുന്നു, അവളെ നീ ഒരുപാട് ചൂഷണം ചെയ്തു അല്ലേടാ. എന്നിട്ട് ഞാൻ വിചാരിച്ചെന്താണെന്നറിയാവോ, നീ നല്ല പടം വരക്കും, നീ നല്ല കഴിവുള്ളവനാണെന്നൊക്കെ ഞാൻ വിചാരിച്ചത്. അങ്ങനെ ആ കല്യാണം നടത്താൻ വേണ്ടി ഞാൻ എന്തോരം ശ്രമിച്ചതാടാ. പക്ഷേ നീ ഇങ്ങനത്തെ ഒരാളാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പോലുമില്ല. പക്ഷെ നിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ കൂട്ടുനിന്നു. എനിക്ക് ബീഫ് വേണം അച്ഛാ എന്ന് പറയുമ്പോൾ ഞാൻ ഓടി അങ്ങോട്ട് പോകും. എനിക്ക് ചിക്കൻ വേണം അച്ഛാ, ഓടി ഞാൻ ഇങ്ങോട്ട് പോകും. പക്ഷേ എടാ 5 പൈസ എൻ്റെ കയ്യിൽ എടുക്കാനില്ലായിരുന്നു. പക്ഷെ നിൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും നടത്തി തരുമായിരുന്നു. പാവം കല്യാണിയെ പഠിക്കാൻ പോലും ഞാൻ വിട്ടിട്ടില്ല. എല്ലാം നിനക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ചെയ്തത്. കല്യാണി 3ാം ക്ലാസ് വരെയും പഠിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോഴേക്കും അവളെ പഠിത്തം നിർത്തി. നിൻ്റെ അമ്മമ്മയില്ലേ, ആ കല്യാണിയുടെ പുസ്തകങ്ങളെല്ലാം കത്തി ചാമ്പലാക്കി. എന്നിട്ട് പോലും അവൾ കൂടുതൽ സങ്കടങ്ങൾ പ്രകടിപ്പിച്ചിട്ടില്ല. പക്ഷേ കല്യാണി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നീ തെറ്റായ വഴിയാണ് പോകുന്നതെന്ന്. എന്നിട്ട് പോലും ഞങ്ങളത് വിശ്വസിച്ചില്ല. എടാ നിൻ്റെ പേരിടൽ ചടങ്ങ് നിനക്ക് ഓർമ്മയുണ്ടോ? എങ്ങനെ ഓർമ്മ കാണാനാണല്ലേ, നീ കുഞ്ഞല്ലേ. ആ പേരിടൽ ചടങ്ങിൻ്റെ അന്നേ നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു.
അപ്പോൾ നിനക്ക് നല്ലൊരു ബെസ്റ്റ് പേര് തന്നെയാണ് ഇട്ടത്, വിക്രമാദിത്യൻ എന്ന്. പക്ഷേ നീ എന്താ വളർന്നപ്പോൾ കാണിച്ചു കൂട്ടിയത്? വേതാളം പോലെ. പിന്നെ കുറേ വേതാളങ്ങളെയും നീ കൂട്ടു നിർത്തി. നീ പല കൊള്ളാരതമങ്ങളും ചെയ്തു. അതെല്ലാം ഞാൻ ക്ഷമിച്ചും സഹിച്ചും ഒക്കെ നിന്നു നിനക്ക് വേണ്ടി മാത്രം. നീ ഉയരങ്ങളിലേക്ക് പോകുമെന്നൊക്കെ ഞാൻ വെറുതെ സ്വപ്നം കണ്ടു. പക്ഷേ അതൊന്നും സാധിച്ചില്ല. എൻ്റെ കാർത്തിക മോളോട് ഞാൻ എന്താ ചെയ്തതെന്നറിയാവോ? എൻ്റെ കാർത്തികയെ ഞാൻ ജനിച്ച ഉടനെ തന്നെ ഒരു ഓടയിലേക്ക് എറിഞ്ഞു. അവളുടെ അത്രയ്ക്കും ക്രൂരത, എല്ലാവരോടും ഞാൻ ക്രൂരതകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതെല്ലാം നിനക്ക് വേണ്ടിയായിരുന്നു വിക്രം. എന്നിട്ട് ഇപ്പോൾ നീ എൻ്റെ പെൺമക്കളെ കൊല്ലാനായിട്ട് വരികയാണല്ലേ? പക്ഷേ സമ്മതിക്കില്ലട ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശൻ അവിടെ വലിയൊരു ട്വിസ്റ്റ് തന്നെയാണ് നടത്താനായിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.